ഇന്ന് സെപ്റ്റംബർ 23 ഇക്വിനോക്സ് ദിവസമാണ്. അവിടെ ഇഗ്നോസിന്റെ മലയാളം എന്താണ്? ഇക്വിനോക്സ് എന്ന് വെച്ചാൽ വിഷുദിനം എന്ന് പറയും മലയാളത്തിൽ. അതായത് സൂര്യൻ ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിട്ട് വരുന്ന ദിവസം. ഇത് മാർച്ച് 20-നും സെപ്റ്റംബർ 22-നും അടുത്തൊക്കെയുള്ള ദിവസങ്ങളിലാണ് ഇത് കാണപ്പെടാറ്. അപ്പൊ അതുകൊണ്ടാണല്ലേ നമ്മൾ ഓരോ തട്ടിലായിട്ട് ഇങ്ങനെ വെളിച്ച് ഇറങ്ങി ഇറങ്ങി വരണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് കാരണം. ഇപ്പോൾ എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. പക്ഷെ സമയം അടുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ആൾക്കാരൊന്നും കാണാത്തത്. നമുക്ക് അതുവരെ സമയം എന്തെങ്കിലും ചെയ്ത് തീർക്കണം. അതുവരെ ഈ പ്രാവിന് തീറ്റയൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. പ്രാവും ഉണ്ട്, മീനും ഉണ്ട്. നമുക്ക് എന്തായാലും പ്രാവിന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലേ ഇങ്ങനെ പ്രാവിനൊക്കെ തീറ്റത് ഒരു പ്രത്യേകതരം ഒരു ഫീലാണല്ലേ നമുക്ക് കിട്ടുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ, ഒരു മനസ്സിനൊരു സുഖമാണ്. സത്യമായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രംകാർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതര അനുഭവമാണ് ഇങ്ങനത്തുള്ള ചില ചില അപൂർവ കാഴ്ചകൾ. നമ്മളിപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ട് നിന്നാൽ ഇക്വിനോക്സ് നേരെ കാണണമെന്നില്ല. അതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി അറിയണമെങ്കിൽ കുറച്ചും കൂടെ ബാക്കിലായിട്ട് പോകണം. നമുക്ക് എന്തായാലും ആ ബാക്കിലത്തെ കവാടത്തിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ടൊന്ന് പോയി നിന്ന് നോക്കാം. ചിലപ്പോൾ അതായിരിക്കും നല്ല പൊസിഷൻ. ഇപ്പോൾ അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മൾ ഈ വെളിയിലെത്തി എന്നിട്ട് നോക്കുമ്പോഴെന്തോ കറക്റ്റ് പൊസിഷൻ അല്ലാന്ന് തോന്നുന്നു. കുറച്ചും കൂടെ നടുക്കായിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നമുക്കകത്ത് കുറച്ചും കൂടെ നകത്തോട്ട് പോയി നോക്കാം. രണ്ടിന്റെ ഇടയിലായിട്ട് ഒരു പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ പോയി നോക്കാം അങ്ങോട്ട്. ആൾക്കാരൊക്കെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സമയമാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അത് തന്നെ, ഒരു 6-നും 6-10 ഇടയ്ക്ക് എന്തായാലും നല്ല തിരക്കായിരിക്കും. സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്കാണ് സാധാരണ അത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ജനക്കൂട്ടം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 5:31 ആയിട്ടുണ്ട്. സൂര്യൻ നേരെ മേലാണ്, പക്ഷേ ഒരു കാർമേഘത്തിൻ്റെ ഒരു ലെയർ പോലെ കാണുന്നു. നമുക്ക് നല്ല വിഷ്വല് കിട്ടുമെന്നൊരു പേടിയുണ്ട്. തീർച്ചയായിട്ടും വിഷ്വല് കിട്ടിയില്ലെങ്കിൽ ഇതുവരെ വന്നതല്ല നമ്മൾ, അല്ലേ? ഇത്ര ആൾക്കാർ അത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും വിഷ്വല് നല്ലോണം കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്. സൂര്യ ഒന്ന് ചെറുതായിട്ട് മറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരത്തെ നിന്ന് ആ ഒരു പൊസിഷനിൽ പോവാം. രണ്ടിൻ്റെയൊക്കെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫിക്സ് ആക്കാം. ഓക്കെ. പിന്നെ സൂര്യൻ ചെറുതായിട്ടൊന്ന് ക്ഷേത്രത്തിന്റെ ബാക്കിലോട്ടൊന്ന് മറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം നേരെ നല്ലപോലെ കാണാൻ പറ്റുമോ ഇല്ലേ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കാണുമ്പോഴും നല്ലൊരു പെയിന്റിങ് കണ്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ശരിക്കും ഭംഗി എന്താണെന്ന്. കാർമേഘം ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിഷ്വൽ തന്നെ കാണാം. തീർച്ചയായിട്ടും അത് കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ആ പ്രതീക്ഷയിലാണ്. ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ജനക്കൂട്ടമായി തുടങ്ങി. എല്ലാവരും ഫോണും വെച്ച് അത് തന്നെ, ഫോണിൽ കൂടെ നമ്മൾ സൂം ചെയ്തൊക്കെ നോക്കുകൊണ്ട് നല്ല വിഷ്വലൊക്കെ കിട്ടുമെന്നറിയാം. ഇപ്പം എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ലൊരു ജനക്കൂട്ടമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷ പോലെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൺ വെച്ച് തന്നെ എടുക്കാൻ പറ്റില്ല, അപ്പോഴാണ് 2 ഫോൺ വെച്ച് വിഷ്വൽ എടുക്കാൻ നോക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് മേഘത്തിന്റെ ബാക്കിലാണ് ഇപ്പൊ സൂര്യൻ. ഏറ്റവും മേളത്തെ തട്ട് കഴിഞ്ഞ് 2ാമത്തെ തട്ടിലോട്ട് സൂര്യൻ വന്നു. അപ്പൊ നമുക്ക് 2 തട്ട് മിസ്സായി. ഇനി 3ാമത്തെ 4ാമത്തെ തട്ടിൽ കൂടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റൂല്ലേ നോക്കാം. എടാ, അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞല്ലേ ഇനി നമുക്ക് ആ വിഷ്വല് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്നതെല്ലാം വെറുതെ ആയില്ലേ? ഇത്രയും പേരുടെ മനസ്സിലിപ്പോൾ അതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത്രയും കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മേളിൽ കണ്ട വീണ്ടും ഒരു മനോഹരമായ കാഴ്ചകൾ. നമുക്കെന്തായാലും 1ാമത്തെ തട്ട് 2ാമത്തെ തട്ട് മിസ്സായിട്ടുണ്ട്. പക്ഷെ 3ാമത്തെ തട്ടില് സൂര്യന്റെ ഒരു പ്രകാശം ചെറുതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ബ്രൈറ്റ്നസ് കുറച്ച് നോക്കാം. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെയല്ല, ബാക്കിൽ ഇതുപോലെ തന്നെ ആൾക്കാർ എല്ലാവരും നിൽപ്പുണ്ട്. അത് നമ്മൾ പിന്നെ എല്ലാരും ഈ വിഷ്വലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കണോണ്ടേ ആരും ഇതിന്റെ കാര്യം ജനത്തിരക്കിന്റെ ഒക്കെ കാര്യം മറന്നു പോകും. വണ്ടികൾ പോകുന്നൊന്നും കാണുന്നൊന്നുമില്ല. എന്റെ ഇടയിൽ കൂടെ എന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തങ്ങ് പോകും.
അങ്ങനെ മൂന്നാമത്തെ തട്ട് കഴിഞ്ഞ് നാലാമത്തെ തട്ടിലോട്ട് സൂര്യൻ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉം. അത് ക്ലിയർ ആവാൻ സാധ്യതയില്ല, അവിടെ നല്ല മേഘം കിടപ്പുണ്ട്. ഏറ്റവും താഴത്തെ ഗ്യാപ്പിൽ കൂടെ എന്തായാലും വെളിച്ചം കാണാൻ വഴിയില്ല. നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടെ നിന്ന് നോക്കാം. അവിടെ മേഘം നല്ലതുപോലെ കിടപ്പുണ്ട്. ആൾക്കാരെല്ലാം ഇപ്പം വീണ്ടും നമ്മൾ വന്നേക്കാളും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സമയം കഴിഞ്ഞതായിരുന്നു അറിയില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. എന്നാ പിന്നെ പോവാം. അങ്ങനെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ഇഗ്നോസിസ് എന്ന പ്രതിഭാസം ഭാഗികമായി കണ്ട് അമ്പരചുംബികളെ കെട്ടുന്നതിനിടയിൽ കൂടെ നമ്മൾ നടന്നു നീ. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്.